MLA ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിൽ സമരത്തിന് വേണ്ടി പോകും, ഡൽഹിയിൽ സമരത്തിന് വേണ്ടി പോകും. കേരള സർക്കാരിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെയാണ് സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനെക്കുറിച്ച് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ആളുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തോട്, പ്രത്യേകിച്ച് നമ്മുടെ ഇടതുപക്ഷ LDF ഭരിക്കുന്ന നമ്മുടെ കേരളത്തിനോട് കാണിക്കുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വലിയൊരു അവഗണനയാണ്. അതിനെതിരെ 8-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം ന്യായമാണ്. അത് അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റു മാർഗങ്ങളില്ല. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ്, അമ്പലത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ കിട്ടാനുള്ള ഇപ്പം തന്നെ 5400 കോടിയോളം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്ഷേമ പെൻഷൻ്റെ ആണെങ്കിലും പെൻഷൻ്റെ ആണെങ്കിലും എല്ലാം നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തരാതെ ഞെക്കി ഈ ഇന്ത്യ രാജ്യത്ത് ഇനിയൊരു ചുവന്ന പൊട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണം. അത് തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയുള്ള എല്ലാ പിന്തിരിപ്പ് നയങ്ങളും നടപ്പാക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തരെടുത്ത് നോക്കിയാലും ഇപ്പോൾ റേഷൻ അരിയുടെ ഇന്നലത്തെ ഒരു തീരുമാനം, എല്ലാം കിട്ടാവുന്ന നമ്മൾക്ക് അർഹതപ്പെട്ട, കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ, ഇപ്പോൾ GSTയുടെ വിഭാഗത്തിലാണെങ്കിലും 1 രൂപ പിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ 25 രൂപയാണ് നമുക്ക് തരുന്നത്. അതേ സ്ഥാനത്ത് 1 രൂപ 59 പൈസ എന്താണ് UP കൊടുക്കുന്നത്. അങ്ങനെ മറ്റുള്ള BJP ഭരിക്കുന്ന എല്ലാ ഗവൺമെൻറ് സ്റ്റേറ്റിലും അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുകയും കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചുകൊണ്ട് പോകുക എന്ന് മാത്രമല്ല, അർഹതപ്പെട്ട് തരാത്ത ഒരു കാര്യം കൂടി അത് സത്യമാണ്. അത് സമരമല്ലാതെ വേറൊരു മാർഗം ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരിക്കുന്ന കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ മന്ത്രിമാരും ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF അടക്കം ഒരുമിച്ച് നിന്ന് സമരം ചെയ്യേണ്ടതാണ്. അതവർ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാം.